റിപ്പോർട്ടഡ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കാൻ കോൺഗ്രസ്. ഇടത് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കുന്നതും പരിഗണിക്കും. നാദാപുരം, പേരാമ്പ്ര മണ്ഡലങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിക്കുന്നുണ്ട്. VM സുധീരനെയും K സുധാകരനെയും മത്സരത്തിനിറക്കും. സിനിമാ സാംസ്കാരിക മേഖലകളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. റോഷി പാലുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. അഡ്വാൻസ് മെറി ക്രിസ്മസ്. എല്ലാ കണക്കുകൂട്ടലുകളും നടത്തിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു സാഹചര്യത്തിലും പിന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഒരിക്കൽ കൂടി ഭരണം കൈവിട്ടാൽ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഊർജ്ജം പൂർണ്ണമായും നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണോ കോൺഗ്രസിന്റെ നീക്കം? എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. അരയും തലയും മുറുക്കി ഒരിടത്തും പാളിപ്പോകാതെ വിജയസാധ്യത മാത്രം മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരിക്കുമെന്നാണ് അറിയുന്നത്. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ റോഷി? അരുൺകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ ഭരണം നഷ്ടമായതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കം നടക്കുക. നേരത്തെ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപാദാസ് മുൻഷി സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഓഫീസ് തുടങ്ങി. തിരുവനന്തപുരത്ത് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഏറെ കാലമായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടാവും. അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ജനസ്വാധീനമുള്ള നേതാക്കളെ ഈ തവണ കളത്തിലിറക്കും. ഇതുവഴി പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും കൃത്യമായ ഒരു സന്ദേശമാണ്. ആത്മവിശ്വാസത്തോടെയാണ് ഈ തവണ UDF തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ അടക്കമുള്ള K സുധാകരൻ ഉൾപ്പെടെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, KPCC അധ്യക്ഷന്മാരായിരുന്ന നേതാക്കളെ കൂടി കളത്തിലിറക്കും. ഇടത് കോട്ടകളിലാണ് ഇവരെ കളത്തിലിറക്കുക. കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക. ഇത്രയും കാലമായി UDF-ന് വിജയിക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പാറിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ മൂന്ന് പേർക്കുമുള്ളത്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവർ ഏറ്റെടുത്ത് കളത്തിലിറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് നേതാക്കളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, സർപ്രൈസ് സ്ഥാനാർത്ഥികളായി സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട്. പൊതു സ്വീകാര്യതയുള്ള മുഖങ്ങളെ കൂടി സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നുണ്ട്. ഏറെ വൈകാതെ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാക്കും. അത് ജനുവരി 15 പൂർത്തിയാക്കി തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം എന്ന ദൗത്യത്തിലേക്ക് കടക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജനുവരി അവസാനത്തോടെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക. അതുകൊണ്ട് തന്നെ AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കും. ഏറെ വൈകാതെ സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിക്കും. സംസ്ഥാനത്തിന് പുറത്തുള്ള നേതാക്കളായിരിക്കും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവുക. സംസ്ഥാനത്ത് ഈ തവണ ഏറ്റവും മികച്ച രീതിയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. ആദ്യം കളത്തിലിറങ്ങുക UDF-ന്റെ സ്ഥാനാർത്ഥികളായിരിക്കുമെന്ന് കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കൾ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. താങ്ക് യു റോഷി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാത്തിരിക്കൂ. ഇത്തവണ തെരഞ്ഞെടുപ്പിന് സസ്പെൻസുകളോട് സസ്പെൻസ് ആയിരിക്കും.